യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. ദൈവമേ, അങ്ങൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ മുടങ്ങുവരുടെ ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം അങ്ങേക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരാധന ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അടിയങ്ങളുടെ ജീവിതത്തിലൊരു വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ അവിടെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് തിരുവാലയത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ അങ്ങയെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അനുവദിച്ചതേക്കായി സ്തോത്രം. കർത്താവെ, ജീവിതത്തിൽ രോഗഭീതിയുടെയും പ്രയാസങ്ങളുടെയും കർത്താവെ ജീവിത നിമിഷങ്ങളിലൂടെ ഞങ്ങൾ ജീവിക്കുന്ന ഈ നാളുകളിൽ ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആ കൃപകളും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും കർത്താവെ ഞങ്ങളുടെ ആരാധന അവിടെ നിന്ന് പകരണമേ. സ്വർഗ്ഗപിതാവേ, ഇന്ന് ത്രിയേക ദൈവനാമത്തിൽ ഏതെല്ലാം ഭവനങ്ങളിലും സ്ഥലങ്ങളിലുമായിരുന്നു ഈ ആരാധനയിൽ പങ്കുചേരുന്നവം എല്ലാ മക്കളുടെ മേലും കർത്താവിൻ്റെ ശക്തിയെ പകരണമേ. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും നൽകണമേ. പ്രയാസങ്ങളും കണ്ണുനീരുകളും രോഗത്തിൻ്റെ ഭീതികളൊക്കെ മാറ്റി ആശ്വാസത്തോടെ ഈ സമൂഹത്തിന് മുഴുവൻ ജീപ്പ് എല്ലാവരെയും സഹായിക്കണമേ. ആരാധന പങ്കുചേരുന്നവരെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്ക് മഹത്വത്തിനുമായും നമ്മുടെ പാഠപുസ്തകത്തിലെ 11-ാമത്തെ പാട്ട് പാടാം. എന്നാത്മാവേ നിന്നെയും മറ്റു സൃഷ്ടി സർവവും. 11-ാമത്തെ ഗീതം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തുതിലത്താനികൾ 2-ാം ഭാഗം ആരാധനക്രമത്തിൽ 4-ാമത്തെ പുറം. സ്തുതിലത്താനികൾ 2-ാം ഭാഗം ആരാധനക്രമത്തിൽ 4-ാമത്തെ പുറം. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. കർത്താവെ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ,
നമ്മുടെ പരമപിതാവായ സർവ്വശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണ ഹൃദയത്തോടെ ഏറ്റുപറയാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകളമടക്കാം പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന ഭവനങ്ങളിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ വിശുദ്ധ ദിവസം അനുഭവിക്കുവാനും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിലൊരവസരം കൂടെ നൽകി. നമ്മുടെ എല്ലാ കുറവുകളെയും വാക്കിലും വിചാരത്തിലും വന്നുപോയ എല്ലാ പാപങ്ങളെയും ഏറ്റുപറഞ്ഞപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മകനായി മകളായി ജീവിക്കുമെന്ന തീരുമാനത്തോടെ അനുതാപ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി 51-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. ആരാധനക്രമം 11-ാമത്തെ പുറം. അനുതാപ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു. അങ്ങയ്ക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടത് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിലുരുവായി പാപത്തിൽ എൻ്റെ അമ്മ എൻ്റെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങിച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാൻ അനുഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലാകണേ സോപ്പുണ്ണിൽ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങയുടെ അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയവിനിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നെ എടുക്കുകയും അരുത്. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്നും യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവും പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന് കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സകല നന്മകൾക്കായും സ്തോത്രം ചെയ്യാം. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വലിയ കൃപകളെ ഓർമ്മിച്ച് നമ്മുടെ അധരങ്ങൾ തുറന്ന് നന്ദിയർപ്പിച്ച് നമുക്ക് നമ്മുടെ ഭവനങ്ങളിലായിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്ര പ്രാർത്ഥനയ്ക്കായും ആരാധനക്രമം 15-ാം പുറത്തിലെ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നുവെന്ന് സ്തോത്രത്തോടെ പ്രതിവാക്യമായി പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവും ഉള്ളവനാകയാൽ അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കന്മാർ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പല വിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റു സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടിയും ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റു ഉപജീവനമാർഗങ്ങൾ എന്നിവയ്ക്കായും ദിനം പ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായും ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തുണയായിരുന്നതിനായും പ്രതിസന്ധികളെ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിനും ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായും ദൈവവചനമെന്ന വിശിഷ്ടാദാനത്തിനായും ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തു ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും നാം അനുഭവിക്കുന്ന നിത്യജീവൻ്റെ പ്രത്യാശയ്ക്കായും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിലെല്ലായ്പ്പോഴും ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും
അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ലെന്നും സർവ്വകാലത്തും ദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നു വിശ്വസിപ്പാൻ കൃപയുള്ളണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്ത മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്നും യേശു മിശിഹാ മൂലം ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നും 47-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 47 വാക്യപ്രതിവാക്യമായി വായിക്കാം. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലുമാക്കുന്നു. ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവിൻ. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ, അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തേക്കുള്ള ലേഖനവേദഭാഗം അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 10 വരെ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോണിലിടുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്ക് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനമനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തജനവും ആകുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം; കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്തെ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുകയും യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു.
നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം, ആരാധനക്രമം 22-ാമത്തെ പുറം. സർവശക്തിയുള്ള പിതാവായും ആകാശത്തെ ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചും പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടും കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടും അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റും അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായും നമ്മുടെ മുട്ടുകളുമടക്കം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹീതമായ ഒരു വിശുദ്ധ ദിവസം കർത്താവ് ദാനമായി നൽകി. നമ്മുടെ ഭവനങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുവാൻ കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് ഏകമനസ്സോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കുവാൻ ഒരു വിശുദ്ധ ദിവസം കൂടെ കർത്താവ് നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് വിനയത്തോടെ താഴ്മയോടെ പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്നുവെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വിനയത്തോടെ യേശു കർത്താവ് നമ്മുടെ ഭവനത്തിൻ്റെ നാഥനാണെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ വീടിനുള്ളിൽ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ താഴ്മയോടെ കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിലുള്ളിൽ അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളിന്ന് കുടുംബമായി ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു അർപ്പിക്കുന്ന ഈ ആരാധന അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ആരാധന പങ്കുചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പലരും ഭവനങ്ങളിൽ ക്ഷീണിതരാണ്, രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പ്രതിസന്ധികൾ, ഉപജീവന പ്രവർത്തനങ്ങളിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഉപജീവന മാർഗങ്ങൾ കടന്നു പോകാൻ സാധിക്കാതിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, കടബാധ്യതകൾ, ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. വളരെ ക്ഷീണത്തോടെ കഴിയുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്. എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ COVID-19 സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ ഏറെയാണ്. അനേകർ മരണപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ, അനേകർ മാരകമായ രീതിയിൽ രോഗത്തിനടിമപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന സാഹചര്യം, ഇങ്ങനെ ലോകമെമ്പാടും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യവും സംസ്ഥാനവും ഏറെ വിഷമതയോടെ കണ്ണുനീരോടെ പോകുന്ന ഈ നാളുകളിൽ ദൈവത്തിൽ നിന്നുള്ള സൗഖ്യത്തിന് വേണ്ടി നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിലെ കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിൽ വരെയുള്ള എല്ലാവരെയും കർത്താവ് കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥത ചെയ്യാൻ നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഈ മഹാമാരിയിൽ നിന്നും വ്യാധിയിൽ നിന്നുള്ള വിടുതൽ കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിൽപ്പെട്ട രോഗികളായിട്ട് കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിലെ ഓരോ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെല്ലാവരുടെയും ദൈവിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ നാളുകളിൽ സ്വർഗീയ സമാധാനം അനുഭവിക്കുവാൻ നിരാശകളോ ഭാരങ്ങൾ ജീവിതത്തിൽ ആരുടെയും ജീവിതത്തിലെ പ്രയാസങ്ങൾ, മാനസിക വിഷമതകളേറി വരാതെ കർത്താവ് സംരക്ഷിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. എല്ലാവരുടെയും മനസ്സുകളെ പരിശുദ്ധാത്മാവ് നൽകുന്ന പരിജ്ഞാനത്തിലും സന്തോഷത്തിലും നിലനിർത്തി നിരാശയിൽ വീണുപോകാതെ നിലനിൽക്കേണ്ടതിനായി ദൈവാത്മാവിൻ്റെ പരിജ്ഞാനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരയുന്നവരോടുകൂടെ കരയുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സൗഖ്യം നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർ മരിക്കുന്നുണ്ട്. രോഗബാധിതരായിട്ട് എല്ലാവരുടെയും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖത്തിൽ കഴിയുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിൽ ശാരീരിക വിഷമതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശ്രീ നെൽസനും നളിദാസിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിപൂർണ്ണ സൗഖ്യം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മരണവേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റ് നിരാശകളും ഭാരങ്ങളും അനുഭവിക്കുന്നവർക്ക് യേശുവിൻ്റെ വചനം നൽകുന്ന വിടുതലും പ്രത്യാശയും അനുഭവിച്ച് ജീവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. തങ്ങളുടെ ജീവിതത്തിൽ കർത്താവുണ്ടെന്ന് അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളാക്കി ഈ ആരാധനയെ
പരിശുദ്ധാത്മാവായ ദൈവം മാറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അലകൾ പടകിലടിച്ചെന്നാൽ അല്ലലൊരൽപ്പവുമില്ലെനിക്ക്, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായരികിലുണ്ട്. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായരികിലുണ്ട്. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കുന്നുണ്ടായിടിലും, നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. വിശ്വാസജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, കർത്താവേ, ഞങ്ങളുടെ രാജ്യവും സംസ്ഥാനവും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പല പ്രദേശങ്ങളും വേദനയോടെ കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾ ഏകമനസ്സോടെ ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു ഈ മഹാമാരിയിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അത്ഭുതകരമായ ഒരു സൗഖ്യം ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ദേശത്തിനും കുടുംബങ്ങൾക്കും ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ ഭവനങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കുചേരുന്ന ഓരോ മക്കളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സന്തോഷം അവിടെ ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് കരുണയോടെ കടാക്ഷിക്കണമേ. ദാരിദ്ര്യ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പട്ടിണിയോ, ദൈവമേ, വേർപാട് ദുഃഖങ്ങളോ ആരെയും അലട്ടാതെ വണ്ണം ദൈവാത്മാവിൻ്റെ വലിയ സഹായം അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തങ്ങളുടെ ഭവനങ്ങളിലായിരുന്ന് മാതാപിതാക്കളും മക്കളും ഏകമനസ്സോടുകൂടെ കർത്താവെ തങ്ങളുടെ ജീവിതാവശ്യങ്ങൾ, ഭവനത്തിൻ്റെ ഒക്കെ ജീവിതാനുഭവങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രത്യേക നിമിഷങ്ങളിൽ സ്വർഗം തുറന്ന് അവിടെ നന്മകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി ചെറിഞ്ഞതായ യേശുവിൻ്റെ രക്തം എല്ലാ ഭവനങ്ങൾക്കും കോട്ടയായി തീരുവാൻ, അന്ധകാര ശക്തികളും പൈശാചിക ബന്ധനങ്ങളും ശാപങ്ങളും മാറുന്നതും മുഖാന്തരമായ എല്ലാ മക്കളുടെ ജീവിതത്തിലും യേശുവിൻ്റെ രക്തം നൽകി അവിടെ നിന്ന് ശക്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചികൻ ദൃഷ്ടി വയ്ക്കാതെ ഓരോ ഭവനങ്ങളെയും കർത്താവെ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമേ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ദൈവമേ, ഒരു ഭവനങ്ങളെയും അലട്ടാതെ വണ്ണം കർത്താവെ അവിടുത്തെ ഉള്ളങ്കരത്തിൽ വസ്തു വന്നുള്ള ഓരോ മക്കളെയും ഓരോ ഭവനങ്ങളെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. ഈ നാളുകളിൽ വളരെ പ്രയാസത്തോടെ വേദനയോടെ കഴിയുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ എല്ലാ കൊച്ചുമക്കളെയും ആശീർവദിക്കണമേ. ദൈവത്തിലുള്ള സഹായം, ആശ്വാസവും അനുഗ്രഹങ്ങളും നൽകി എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് വളർത്തി പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. നേരിടുന്ന വിദ്യാഭ്യാസത്തിലുള്ള പ്രതിസന്ധികൾ മാറുവാനും അനുഗ്രഹീത ഭാവി ജീവിതങ്ങളിൽ എത്തിച്ചേരുവാനും കർത്താവെ കൃപ ചെയ്യണമേ. യൗവനക്കാരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, നിരാശകൾ അനുഭവിക്കാതെ അവിടെ പ്രത്യാശയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ യൗവനകാലത്തിൽ യേശുവിനെ ആരാധിച്ച് ജീവിപ്പുള്ളവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ സമാധാനത്തിലുള്ള കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവായ യേശുവിൻ്റെ സാന്നിധ്യം എല്ലാ ഭവനങ്ങളിലും അവിടെ ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉപജീവന പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കണമേ. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കാത്തുകൊള്ളണമേ. സൈനിക സേവനങ്ങളിലായിരിക്കുന്നവർക്ക് അവിടെ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ച് കഴിയുന്ന ഞങ്ങളെല്ലാ മാതാപിതാക്കളെയും അവിടുന്ന് കരുണയോടെ കടാക്ഷിക്കണമേ. സ്വർഗീയാശ്വാസവും സമാധാനവും പ്രത്യാശയും ശരീരസുഖവും നൽകി എല്ലാവരെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ലോകമെമ്പാടും നടക്കുന്ന എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ സഹായിക്കണമേ. കർത്താവിൻ്റെ
നാമമുഖത്തിന് വേണ്ടി ജീവിക്കുവാൻ എല്ലാവരെയും അവിടെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ അനുഭവിക്കുന്ന കണ്ണുനീരിൻ്റെ വേദനയുടെ അനുഭവങ്ങളുടെ മധ്യത്തിൽ അവിടെ സൗഖ്യദായകനായി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിലൂടെ അവിടുത്തെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. കണ്ണുനീരുകളെ തുടയ്ക്കണം. ഓരോ കുടുംബങ്ങളിലും അവിടെ നിന്ന് കൂടെ വസിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതിലാകുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്ക് മുൻപായി നമ്മുടെ പാഠപുസ്തകത്തിലെ 175 പാട്ട് നമുക്കൊരുമിച്ച് പാടാം. കേൾക്ക എൻ്റെ ആത്മാവ് യേശു നിന്നോട് ഇങ്ങനെ. 175 ഗീതം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവൻ്റെ നാഥനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളെ ദേവാലയമാക്കി മാറ്റി അവിടുത്തെ ആത്മാവിൻ്റെ കൃപ ഞങ്ങളിൽ പകരണമേ. അവിടുത്തെ വചനധ്യാനത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു. കർത്താവെ, അവിടെ ഞങ്ങൾക്ക് ഈ ലോകത്ത് ചെയ്യേണ്ടതായ ദൗത്യം നൽകി അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെയും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിപ്പാനും കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് അറിയിച്ചുകൊണ്ട് ജീവനുള്ള സാക്ഷികളായി അങ്ങേ സ്തുതിപ്പാനും സഹായിക്കണമേ. കർത്താവെ, ഈ ദിവസത്തെ വചന ശുശ്രൂഷയിലൂടെ അതിനാവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ ഞങ്ങൾക്ക് നൽകണമേ. വചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും അവരുടെ ഭവനങ്ങളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ എല്ലാ ഭവനങ്ങളോടും ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഒരു ലോക്ക്ഡൗണിൻ്റെ നാളുകളാണ് അഭിമുഖീകരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ നാളുകളിൽ നമുക്ക് ദേവാലയത്തിൽ ഒരുമിച്ച് വരാനായിട്ട് സാധിക്കുന്നില്ല. ആരാധനാലയത്തിൻ്റെ വാതിലുകളൊക്കെ നമുക്ക് മുൻപിൽ അടയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആരാധനയ്ക്ക്, ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനയ്ക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സവും നേരിടുന്നില്ല. നാം ഇന്ന് നമ്മുടെ ഭവനങ്ങളെ ദേവാലയമാക്കി മാറ്റി നമ്മുടെ കുടുംബാംഗങ്ങളോടൊരുമിച്ച് ദൈവത്തെ ഭവനങ്ങളിലായിരുന്ന് ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സഹായം എല്ലാ ഭവനങ്ങളിലും ലഭിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ COVID-19 ലോക്ക്ഡൗണും ഒക്കെ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്നുള്ള വലിയ നിയോഗവും നമുക്ക് ലഭിച്ചിരിക്കുന്നു. സുവിശേഷ പ്രവർത്തനത്തിന് ലോകചരിത്രത്തിൽ അനവധി തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഈ തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മെ എല്ലാവരെയും കർത്താവിൻ്റെ ദൗത്യം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഈ ലോകത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുള്ള ഒരു പ്രകാശം, യേശുവിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്വർഗീയ പ്രകാശം ഈ ദിവസത്തെ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് അനുഭവിക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൗത്യ പ്രകാശനത്തിനായുള്ള ക്ഷണം അഥവാ ദൗത്യം, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ടുള്ള, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാകുന്നു. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. നമുക്കെല്ലാവർക്കും, ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും ഒരു നിയോഗമുണ്ട്. ദൈനംദിന ജീവിതത്തെ, മാനുഷിക പ്രവർത്തനങ്ങളെല്ലാം നിയോഗമാക്കി മാറ്റുന്നത് അത് ദൈവഹിതപ്രകാരമുള്ള പ്രവർത്തനങ്ങളാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിയോഗമായി മാറുന്നു. ഈ കോവിഡ് നാളുകളിലൊക്കെ അനേകം വ്യക്തികൾ ഡോക്ടർമാരായി, നഴ്സുമാരായി, ആരോഗ്യ പ്രവർത്തകരായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ അനേകരുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവനെ തിരിച്ചു പിടിക്കുവാൻ ലഭിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഒരു നിയോഗമാണ്. ഈ കഴിഞ്ഞ ദിവസത്തിലൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചും, വളരെ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച ഒരു വ്യക്തിയെയും കൊണ്ട് ഒരു യുവാവും ഒരു യുവതിയും അദ്ദേഹത്തെ തങ്ങളുടെ ബൈക്കിൽ കയറ്റി വളരെ വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അപ്പോൾ അതിലൊരു നിയോഗമുണ്ട്. ആ മനുഷ്യനെ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു നിയോഗം ആ വ്യക്തികളെയാണ് ദൈവം ഏൽപ്പിച്ചത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം അറിയിക്കുക, ഇതുപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലായിരിക്കുന്നവരെ അവരെ കൈതാങ്ങുക, ഇതൊക്കെ അത് നിയോഗമാണ്. കാരണം ഇതൊക്കെ ദൈവം നമ്മെ ഏൽപ്പിക്കുന്നതാണ്. ഇങ്ങനെ ദൈവം ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായി മാറും എന്ന വസ്തുത നാം ഒരിക്കലും മറന്നു പോകരുത്. മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം നാം അറിയുന്നവരാണ്. സഭ നിലനിൽക്കുന്നത് മിഷനറി പ്രവർത്തനങ്ങളിലൂടെയാണ്. ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ച് അറിയാത്തവരുടെ അടുക്കൽ പോയി അവരോട് യേശു നൽകുന്ന രക്ഷയെക്കുറിച്ച് പറയുന്നതാണ് ക്രിസ്തീയ മിഷനറി പ്രവർത്തനം. എല്ലാ ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിൽ അതിനുള്ള നിർബന്ധം ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ്? സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്നാണ്. മിഷൻ അഥവാ യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ അനേകം ലക്ഷ്യങ്ങളുണ്ട്. പാപത്തിൽ നിന്നുള്ള വിമോചനം ലഭിക്കണം, സമൂഹത്തിൽ നിന്നുള്ള അനീതികളിൽ നിന്നും സാമൂഹിക തിന്മകളിൽ നിന്നുള്ള വിമോചനം ലഭിക്കണം,
ശാപങ്ങളിൽ നിന്നുള്ള അടിമത്ത വിമോചനം ലഭിക്കണം. ഇങ്ങനെ ഈ ലോകത്തിൽ പ്രകാശമുള്ളവരായി ഉത്തമ ജീവിതം നയിക്കുന്ന വ്യക്തികളായി എല്ലാവരെയും മാറ്റിയെടുക്കുകയും ഈ ലോക ജീവിതത്തിനപ്പുറമായി വരാനുള്ള ലോക ജീവിതത്തിൽ നിത്യരക്ഷ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും വേണം. ഇതാണ് മിഷൻ്റെ ലക്ഷ്യം. ദൈവം ഒരു മിഷനറി ദൈവമാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തത് ദൈവമാണ്. അതിനുവേണ്ടി പ്രവാചകന്മാരെ അയച്ചു ഈ ലോകത്തിലേക്ക്. അതിനുശേഷം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ക്രിസ്തുവിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ സഭ യേശുവിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അനീതിപരമായ ഘടനകൾക്ക്, തിന്മകൾക്ക് മാറ്റമുണ്ടാകുന്നത് സുവിശേഷ പ്രവർത്തനത്തിലൂടെയാണ്. സമൂഹത്തിൽ നീതിയും ന്യായവും വളരുന്നത് സുവിശേഷ പ്രവർത്തനത്തിലൂടെയാണ്. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് താങ്ങായി നിൽക്കുന്നത്, അവർക്ക് കൈതാങ്ങായി നിൽക്കുന്നത്, അതിനുള്ള പ്രചോദനം നൽകുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. മദർ തെരേസ അവരുടെ ജീവിതാനുഭവത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ച് പല ചിന്തകളുമുണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. ഒരിക്കൽ ഇങ്ങനെ വേദന അനുഭവിക്കുന്ന, വിശപ്പനുഭവിക്കുന്ന വ്യക്തികൾക്ക് മദർ ആഹാരം നൽകുകയാണ്, പാവപ്പെട്ടവർക്ക്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റു ചില വ്യക്തികൾ പറഞ്ഞു, എന്തിനാണ് ഇവർക്ക് ആഹാരം നൽകുന്നത്? ഇവരെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇവർക്ക് ചിലപ്പോൾ ഇവർ സമ്പന്നരായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും തൊഴിലിനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നതിൽ നല്ലത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ മദർ തെരേസ തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോഴിവർക്ക് ഭക്ഷണം നൽകാം, ഇപ്പോഴാവശ്യമുള്ളത് ചെയ്യാം, പിന്നീട് അവർക്ക് ആവശ്യമുള്ളത് പിന്നീട് നൽകാം, ഇപ്പോഴാവശ്യമുള്ളത് അവർക്ക് നൽകാം. അപ്പോൾ സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന നാം ഓരോരുത്തരും മറ്റുള്ള ജീവിതത്തിൽ അപ്പോഴവർക്ക് ആവശ്യമുള്ളതെങ്കിലും നൽകി അവരെ നിലനിർത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യം ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട വചനസത്യങ്ങൾ നമ്മൾ ഈ ദിവസത്തെ ലേഖന വേദഭാഗത്തിലൂടെയും ഈ ദിവസത്തെ സുവിശേഷ വേദഭാഗത്തിലൂടെയും ഒരുമിച്ച് ധ്യാനിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സുവിശേഷം നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1 ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് നാം ഇന്ന് ലേഖന പാഠഭാഗമായിട്ട് വായിച്ചത്. അവിടെ എല്ലാ വ്യക്തികളും തള്ളപ്പെട്ടവരും പാപികളും ഒരു പ്രയോജനമില്ലാത്തവർ ആയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് അങ്ങനെയായിരുന്ന നമ്മെല്ലാവരെയും യേശു ക്രിസ്തു മുഖാന്തരം ജീവനുള്ള കല്ലുകളായി തിരഞ്ഞെടുത്ത് യേശു ക്രിസ്തുവിൻ്റെ ദേവാലയം അഥവാ സഭ പണിയുന്ന ശ്രേഷ്ഠ കല്ലുകളായി നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്ത് ഒരു പ്രയോജനമില്ലാതിരുന്ന നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ കൃപയാൽ രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ സഭ പണിയുന്ന, ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ശ്രേഷ്ഠമായ കല്ലുകളായി രൂപപ്പെടുത്തിയിരിക്കുന്നു. ഒരു കെട്ടിടം പണിയുന്നതിന് മനോഹരമായ ചെത്തി വെടിപ്പാക്കിയ കല്ലുകൾ ആവശ്യമാണ്. അതുപോലെ സഭ പണിയുന്നതിന് വേണ്ടി ക്രിസ്തു നമ്മെ ജീവനുള്ള കല്ലുകളായി തിരഞ്ഞെടുത്തും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 2-ാം അധ്യായം 9-10 വചനങ്ങൾ വളരെ പ്രധാനപ്പെട്ട വചനമാണ്. നാം ആരായിരുന്നുവെന്നും ഇപ്പോൾ നാം ആരായിരിക്കുന്നുവെന്നും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന വചനങ്ങളാണിത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ജീവിതത്തിലെ ഇരുട്ട് മാറിയവരാണ് നാം ഓരോരുത്തരും. ഇത് സുവിശേഷമാണ് നമുക്ക് നൽകിയത്. നാം ഏറ്റെടുത്ത സുവിശേഷവും നാം അറിയിക്കുന്ന സുവിശേഷവുമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇരുട്ട് മാറ്റിയത്. നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവർ. മുൻപ് ചിതറപ്പെട്ടിരുന്നവരായിരുന്നു, എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായി മാറി. മുമ്പ് ശാപം പിടിച്ച ഒരു ജനവിഭാഗമായിരുന്നു, ഇപ്പോൾ വിശുദ്ധ വംശമായി മാറി, ദൈവജനമായി മാറി. തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, വിശുദ്ധ വംശം, സ്വന്തം ജനം.
ആരുടെയും സ്വന്തമല്ലാതിരുന്ന നാം ദൈവത്തിൻ്റെ സ്വന്തമായി മാറി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലൂടെ. ഇങ്ങനെ നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറി. എന്തിനു വേണ്ടിയാണ്? നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. അപ്പോൾ അതിനുള്ള ഒരു വെളിച്ചം, അതിനുള്ള ഒരു പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഇരുളും വെളിച്ചവും എന്ന് പറയുന്നത് രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. ഇരുട്ട് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും തിന്മയോട് ചേർന്ന് നിൽക്കുന്നതും ഈ ലോകത്തിൻ്റെ അനീതികളോട് ചേർന്ന് നിൽക്കുന്നതും ഈ ലോകത്തിലെ പരാജയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതും നമ്മുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം ഇരുട്ട് എന്ന പദത്തിനാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന നിരാശകളും പരാജയങ്ങളും ജീവിതത്തിൻ്റെ രോഗങ്ങളുമൊക്കെ മാറ്റി നമുക്ക് മുന്നോട്ടുള്ള ജീവിതഗതി തുറന്നു നൽകുന്നത് യേശുവിൻ്റെ സുവിശേഷമാണ്. ഇതറിഞ്ഞ നാം ഓരോരുത്തരും കർത്താവിൻ്റെ സൽഗുണങ്ങളെ വായി തുറന്ന് ഘോഷിച്ച് കർത്താവിൻ്റെ ദൗത്യം ചെയ്യണം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നാം ദൈവത്തെ, നമ്മുടെ അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ എല്ലാ വളർച്ചയും തടയുന്ന ഇരുട്ട് മുൻപ് നാം അനുഭവിച്ചിരുന്നു. നമ്മുടെ സമൂഹം ഒരു 200 വർഷങ്ങൾക്ക് മുൻപ് അടിമത്തത്തിലായിരുന്നു. കൂലി ലഭിക്കാതെ ജോലി ചെയ്യുന്ന ഊഴിയ വേല ചെയ്തിരുന്നു. അന്യായ നികുതികൾ, ജീവിതത്തിൽ ഒരു കാലത്തും മുന്നോട്ട് വരാൻ സാധിക്കാത്ത തരത്തിലുള്ള നികുതികൾ നമ്മുടെ സമൂഹം പൂർവ്വപിതാക്കന്മാർ നൽകിയിരുന്നു. ഇന്നും കഷ്ടതയും ആശങ്കയും കോവിഡ്-19 ഇതൊക്കെ ഇരുട്ടായിട്ട് വന്നിരിക്കുന്നു. മുൻപ് കാലങ്ങളിൽ അടിമത്തത്തിൻ്റെയും അനാചാരങ്ങളുടെയും സാമൂഹിക അടിച്ചമർത്തലുകളുടെയും ഇരുട്ട് നാം അനുഭവിച്ചിരുന്നു. ജീവിതത്തിന് പ്രതികൂലം സൃഷ്ടിക്കുന്നതെല്ലാം ഇരുട്ടാണ്. അതിൽ നിന്ന് നമ്മെ വിടുവിച്ചത് സുവിശേഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 1814 മിഷണറിമാരുടെ പ്രവർത്തന ഫലമായി ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഉത്തരവിട്ടിരുന്നു 1814. എന്നാൽ 1850 കാലഘട്ടമായെങ്കിലും ഇതിന് ഉന്നത വംശത്തിലുള്ളവർ, വർഗത്തിലുള്ളവർ ക്രിസ്ത്യാനികളെ കൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ നിർബന്ധപൂർവ്വം ജോലി ചെയ്യിപ്പിച്ചിരുന്നു. കാരണം അവരന്നേ ദിവസം ദേവാലയത്തിൽ പോകാനായിട്ട് പാടില്ല. 1850 മെയ് മാസം 12-ാം തീയതി ഞായറാഴ്ച നെയ്യാറ്റിൻകര പള്ളിയിൽ ആ കാലഘട്ടത്തിൽ സുവിശേഷകരായിരുന്നത് അരുളാനന്ദം എന്ന് പറയുന്ന സുവിശേഷകരാണ്. മോശവത്സരം ശാസ്ത്രിയാരുടെ പിതാവ്. അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ, അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന ആ സഭയുടെ മുന്നിലൂടെ ആ പ്രദേശത്തിലെ ഉന്നതർ ദേവാലയത്തിൽ വരേണ്ടുന്ന ക്രിസ്ത്യാനികളെ കൊണ്ട് ചുമട് ചുമപ്പിച്ചുകൊണ്ട് പോവുകയായിരുന്നു നിർബന്ധപൂർവം. അദ്ദേഹം ദേവാലയത്തിൽ ഇറങ്ങി വന്ന് ഈ ചുമന്നുകൊണ്ട് പോയിരുന്നവരെ നിർബന്ധിച്ച് അവിടെ ചുമട് ഇടിവിച്ചിട്ടും അവരോട് പോകാനായിട്ട് പറഞ്ഞു. തുടർന്ന് ഈ പ്രമാണിമാരെല്ലാം സംഘടിച്ചു വന്ന് ദേവാലയത്തിൻ്റെ പള്ളി കോമ്പൗണ്ടിലുണ്ടായിരുന്ന എല്ലാവരെയും ക്രൂരമായിട്ട് മർദ്ദിച്ചു. അങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ ഉണ്ടായി. ഇദ്ദേഹത്തിന് വളരെ ശാരീരിക പീഡനമൊക്കെ അനുഭവിച്ചു. എന്നാൽ ജോൺ കോക്സ് എന്ന മിഷണറി അതിലിടപെടുകയും കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. ഞാനത് സൂചിപ്പിച്ചത് സുവിശേഷം അറിയിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും എന്നാൽ ജീവിതത്തിൽ അത് വളരെ വെളിച്ചം നൽകുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. 1799 കാലഘട്ടത്തിൽ ആണ് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ സുവിശേഷം ഇങ്ങനെ വ്യാപിക്കുവാനായിട്ട് തുടങ്ങിയത്. തെക്കൻ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യമെന്ന് ഇന്നത്തെ പ്രദേശമനുസരിച്ച് തിരുനെൽവേലി മുതൽ കൊല്ലം വരെയുള്ള പ്രദേശമാണ്. അവിടെ തമിഴ്നാട്ടിൽ മയിലാടി എന്ന് പറയുന്ന സ്ഥലത്ത് ശിവഭക്തനായ മഹാരാഷ്ട്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ആത്മസംതൃപ്തിക്കായി അനേകം ക്ഷേത്രങ്ങളൊക്കെ കയറിയിറങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ 1799 തൻ്റെ സഹോദരൻ്റെ പുത്രനായ ശിവഗുരുനാഥൻ എന്ന യുവാവുമായിട്ട് ചിദംബരം എന്ന ക്ഷേത്രത്തിൽ തീർത്ഥാടനത്തിന് പോയി. ജീവിതത്തിൽ ഒരു വെളിച്ചം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് അദ്ദേഹം ആ തീർത്ഥാടനം നടത്തിയത്. എന്നാൽ എല്ലായിടങ്ങളിലും അദ്ദേഹം കയറിയിറങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രതീക്ഷിച്ച ആശ്വാസം ലഭിച്ചില്ല.
ജീവിതത്തിലെ ഇരുട്ട് മാറിയില്ല, വെളിച്ചം വന്നില്ല. അദ്ദേഹം ഇങ്ങനെ തിരിച്ച് തൻ്റെ സ്വന്തം പ്രദേശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ പ്രവർത്തിച്ചിരുന്ന ആംഗ്ലിക്കൻ മിഷണറി ആയിരുന്ന റവറൻ കോൾ ഹോഫറിനെ കണ്ടു. അദ്ദേഹവുമായിട്ടുള്ള സഹവാസം കൊണ്ട് ഈ മഹാരാജൻ മാനസാന്തരപ്പെട്ടു, വേദമാണിക്യമെന്ന പേര് സ്വീകരിച്ച് സ്നാനപ്പെട്ടു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിവഗുരുനാഥൻ മാസിലാമണി എന്ന പേരിൽ സ്നാനമേറ്റും വീട്ടിൽ വന്നും വീട്ടിലുള്ളവരോട് സുവിശേഷം പറഞ്ഞും ക്രിസ്തുവിനെ കണ്ടപ്പോൾ ജീവിതത്തിൻ്റെ ഭാവം മാറി, അത്ഭുത പ്രകാശമുണ്ടായി. 1806 റിംഗിൾടോബ് എന്ന മിഷണറി മൈലാടിയിൽ വന്നും ഈ മഹാരാജനോട് ഒരുമിച്ച് ചേർന്ന് സുവിശേഷ പ്രവർത്തനം നടത്താനായിട്ട് തുടങ്ങി. 1806 ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് LMS മിഷണർമാർ ആദ്യത്തെ വ്യക്തിയായി റിംഗിൾടോബ് നമ്മുടെ ഈ പ്രദേശത്തിലേക്ക്, മൈലാടി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പ്രദേശത്തിലേക്ക് വന്നും തെക്കൻ തിരുവിതാംകൂർ എന്ന അന്നത്തെ ആ ഒരു രാജ്യത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇത് ഒരു വലിയ സമൂഹത്തെ പ്രകാശിപ്പിച്ചും സുവിശേഷ പ്രസംഗിച്ചത്, കേട്ടത്, അനുസരിച്ചത് ഒരു പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്കും ഒരു പ്രദേശത്തിന് പ്രകാശം ലഭിക്കുന്ന മുഖാന്തരമായിട്ട് മാറി. ഇന്ന് ഞാനും നിങ്ങളും പ്രകാശമുള്ളവരാണ് എന്നും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവരെന്നും പറയുന്നുവെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ദൗത്യം ചെയ്ത, സുവിശേഷ പ്രവർത്തനം ചെയ്ത അനേകരുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നാം അനുഭവിച്ച പ്രകാശം നമ്മുടെ അധരങ്ങൾ തുറന്ന് നമ്മൾ പ്രസ്താവിക്കണം എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് ദൗത്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൗത്യത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു നമ്മെ അയക്കുന്നതാണ്. ഒരുമിച്ചിരുന്ന് ഇന്നത്തെ നമ്മുടെ സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. കർത്താവ് പുനരുത്ഥാനം ചെയ്ത ദിവസം ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് അവർ യഹൂദന്മാരെ പേടിച്ച് ഇരുന്നപ്പോൾ വാതിലടച്ചിരുന്നപ്പോൾ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് അവർക്ക് സമാധാനമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവരോടൊപ്പം യേശുവിൻ്റെ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവിടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതിയും അവരെ ദൗത്യത്തിലേക്ക് നിയോഗിച്ചു. ഭയപ്പെട്ടിരുന്ന, നിരാശപ്പെട്ടിരുന്ന, പേടിച്ചിരുന്ന ജനത്തോട്, ശിഷ്യ സമൂഹത്തോട് യേശു പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടുന്നത് സമാധാനത്തിൻ്റെ ദൗത്യമാണ്. സമാധാനം എന്നുള്ളത് ഷാലോം എന്ന ഹീബ്രു പദമാണ് ഉപയോഗിക്കുന്നത്. പൂർണ്ണത, അതാണ് സുവിശേഷം, അതാണ് സമാധാനം. ശാരീരിക, മാനസിക, ആധ്യാത്മിക സൗഖ്യമാണ് സുവിശേഷം നൽകുന്നത്. അത് സമാധാനമാണ് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. ഞാനും നിങ്ങളെ അയച്ചതുപോലെ, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അടയ്ക്കപ്പെട്ടിരുന്ന വാതിലുകൾ സുവിശേഷത്തിന് മുന്നിൽ തുറന്ന് യേശു ശിഷ്യന്മാരുടെ നടുവിൽ അടഞ്ഞിരുന്ന മുറിക്കുള്ളിൽ വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. കർത്താവ് തൻ്റെ കൈയും വിലാപ്പുറവും കാണിച്ചു. കൈയും വിലാപ്പുറവും മുറിവുകൾ നിറഞ്ഞതാണ്. ദൗത്യത്തിൽ യേശു അനുഭവിച്ച മുറിവുകൾ കാണിച്ചു ശിഷ്യന്മാരെ സമാധാനത്തിൻ്റെ വേല ചെയ്യുവാനായിട്ട് പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വേല ഏറ്റെടുക്കുമ്പോൾ അനേകം മുറിവുകൾ, വേദനകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ പാശ്ചാത്യ സമൂഹത്തിൽ യുവജനങ്ങളുടെ മനസ്സിൽ വലിയ ആവേശമുണ്ടായി. അവരെല്ലാവരും ചിന്തിച്ചു, ഭാരതം തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക്, ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് ഞങ്ങൾ സുവിശേഷമായിട്ട് പോകും. യൗവനക്കാരാണ് ചിന്തിച്ചത്. അങ്ങനെ നിരവധി മിഷണറി സംഘടനകൾ രൂപപ്പെട്ടു. LMS, CMS, ബാസൽ മിഷൻ തുടങ്ങിയ മിഷൻ സംഘടനകൾ അങ്ങനെ രൂപപ്പെടുകയും അനേകർ ദൈവമഹത്വം പ്രഘോഷിക്കുന്നതിലേക്ക് വേണ്ടി തങ്ങൾ അനുഭവിച്ച വെളിച്ചം ഇരുട്ട് നിറഞ്ഞിരുന്ന പ്രദേശങ്ങളിൽ പറയുന്നതിന് വേണ്ടി തങ്ങളുടെ വീടും തങ്ങളുടെ കുടുംബവും ഒക്കെ ഉപേക്ഷിച്ചും നമ്മുടെ ഈ പ്രദേശങ്ങളിലേക്ക് വന്നു. ക്രിസ്തുവിൻ്റെ മുറിവുകൾ കണ്ട് അവർ ആകൃഷ്ടരായി. അങ്ങനെ അവർ ധൈര്യത്തോടുകൂടെ യേശുവിൻ്റെ വേല ചെയ്തു. അങ്ങനെ നമ്മുടെ സമൂഹം ഉറപ്പുള്ള ഒരു സമൂഹമായി, പ്രകാശമുള്ള ഒരു സമൂഹമായി മാറി. നമ്മുടെ ഭാരതത്തിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രസംഗകനായിരുന്നു സാധു സുന്ദർ സിംഗ്. അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു.
ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ട് മാറി. താൻ ക്രിസ്ത്യാനിയായി മാറി എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ കുടുംബം അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആഹാരം നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അത് വിഷം കലർത്തിയതായിരുന്നു. ഈ മനുഷ്യൻ വിഷം കഴിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ആ വീട്ടുകാർ അദ്ദേഹത്തെ പുറത്താക്കി. എന്നാൽ അദ്ദേഹത്തെ ദൈവം അത്ഭുതകരമായി രക്ഷിച്ചു. ക്രിസ്തുവിൻ്റെ മുറിവുകൾ കണ്ട് ആ മനുഷ്യൻ നടന്ന് നമ്മുടെ രാജ്യത്തെമ്പാടും സഞ്ചരിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു. ഒരു കാളവണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് മോശവത്സരം ശാസ്ത്രിയാർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജീവിച്ചു. അദ്ദേഹം പാട്ടുകൾ പാടി അനേകരെ ദൈവവിശ്വാസത്തിലേക്ക് നയിച്ചു. ഒരിക്കൽ തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിനിടയിൽ പാമ്പ് കടിയേറ്റും തൻ്റെ മകൻ മരിച്ചു. അപ്പോൾ അദ്ദേഹം ആ വേദനയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പാടിയും, നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഏത് ഗുണമാണ് എന്നറിയുവാനില്ല ജ്ഞാനം എന്നിൽ നാഥ, എങ്കിലും എല്ലാം നിൻ്റെ നാമഹത്വത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെയല്ലേ കർത്താവേ, നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. അങ്ങനെ ക്രിസ്തുവിൻ്റെ മുറിവുകൾ കണ്ടുകൊണ്ട് അനേകം പേര് സുവിശേഷ പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന നന്മകളെന്ന് വ്യക്തമായി നാം ഓർമ്മിച്ചിരിക്കുക. ഇന്ന് മരണം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, പലരും വേഗത്തിൽ മരണപ്പെടുന്ന ഒരു കാലഘട്ടം. ഇവിടെ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ക്രിസ്തുവിന് വേണ്ടി സംസാരിപ്പാനും പ്രവർത്തിപ്പാനും നമ്മെ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്നു എന്ന് അറിയുക. എൻ്റെ മാതൃസഭ ചാണി സഭയാണ്. 1838 കാലഘട്ടമാണ് ജോൺ കോക്സ് എന്ന മിഷണറി ആ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചത്. അദ്ദേഹം ചാണി പ്രദേശത്തിലെ പല ഭവനങ്ങളും സന്ദർശിച്ചതായും അവിടെ വിഗ്രഹാരാധനയും മൃഗബലിയുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സമൂഹമാണ് ജീവിച്ചിരുന്നതെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെക്കത് എന്ന് പറയുന്ന പിതൃക്കളെ ആരാധിക്കുന്ന മരിച്ചുപോയ ആത്മാക്കൾക്ക് ബലി നൽകുന്ന ഒരിടം എല്ലാ ഭവനങ്ങളുടെയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആരാധനാ സ്ഥലം എല്ലാ ഭവനങ്ങളിലും കൂടെ അവർ നിലനിർത്തിയിരുന്നു. ഒരു വീട്ടിൽ ഈ മിഷനറി വന്നു. അദ്ദേഹം വന്നപ്പോഴും അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിയത് ഇങ്ങനെയുള്ള ഈ പിതൃക്കളെ ആരാധിക്കുന്ന ഈ തെക്കത് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇരിക്കാനായിട്ട് വളരെ പൊക്കം കുറഞ്ഞ വളരെ താഴ്ന്ന തരത്തിലുള്ള ഒരു ചെറിയൊരു പലക കൊണ്ടുള്ള ഒരു ഇരിപ്പിടമാണ് നൽകിയതും. അവിടെ ഇരുന്ന് ആ കുടുംബത്തോട് അദ്ദേഹം സംസാരിച്ചും 1838 കാലഘട്ടങ്ങളിൽ ആ ഭവനം മാനസാന്തരപ്പെട്ടും അങ്ങനെ ആണ് ചാണി സഭയുടെ ആരംഭമെന്നാണ് സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഇരിക്കുവാൻ നൽകിയ ഇരിപ്പിടമൊക്കെ ഇന്ന് ദേവാലയത്തിൽ നിന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്രയും വർഷങ്ങളൊക്കെ കഴിഞ്ഞും വലിയ മാറ്റം പ്രദേശത്ത് സംഭവിച്ചു, ദേവാലയത്തിൽ സംഭവിച്ചു. എന്നാൽ ആരംഭമെന്ന് പറയുന്നത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരുന്ന ഒരു തെക്കതെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിഷനറി തറയിലിരിക്കുന്നത് പോലെ വന്നിരുന്ന് തുടങ്ങിയ ദൈവവചനത്തിൻ്റെ ശക്തിയും സന്തോഷവും വെളിച്ചവും ഇന്ന് ആയിരക്കണക്കിന് വ്യക്തികളെ ഇത്രയും വർഷങ്ങളായി രൂപാന്തരപ്പെടുത്തി വെളിച്ചം നൽകി അനേകർ സുവിശേഷ പ്രവർത്തകരായി വൈദികരായി ഒക്കെ മാറുന്ന ഒരു കാര്യം ആരംഭിച്ചത് ഈ ചെറിയ തുടക്കത്തിൽ നിന്നാണ്. അപ്പോൾ ക്രിസ്തുവാണ് അനേകരെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഭയുടെ പ്രധാനപ്പെട്ട ദൗത്യം പ്രാർത്ഥനയോടുകൂടെ മിഷനറി പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവരെ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ ആദിമസഭ അത് വ്യക്തമായി ചെയ്തിരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 1 മുതൽ 3 വരെ. അങ്ങനെ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ടും അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അപ്പോൾ സഭയിൽ നിന്നാണ് വൈദികരും മിഷനറി പ്രവർത്തകരും മറ്റ് സുവിശേഷ പ്രവർത്തകരെല്ലാം വരുന്നത് സഭയുടെ പ്രാർത്ഥനയിലൂടെയാണ്. നമ്മുടെ സഭ ബഥനിയും CSI ചാവിടിമുക്കുന്ന നമ്മുടെ ദേവാലയം, നമ്മുടെ സഭ 2022 ആകുമ്പോൾ ഗോൾഡൻ ജൂബിലിയിലേക്ക് പ്രവേശിക്കുക 50 വർഷം ആഘോഷിക്കുവാൻ പോവുകയാണ്.
സമർപ്പണമുള്ള വൈദികരും മിഷണറിമാരും ഈ സഭയിൽ നിന്നും മുന്നോട്ട് വരാൻ നാം സഭയായി പ്രാർത്ഥിക്കണം. മിഷൻ പ്രവർത്തനങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രതിസന്ധികളേറെയാണ്. എന്നാൽ സഭയുടെ പ്രാർത്ഥന നമ്മുടെ ആലയത്തിൽ നിന്നും ക്രിസ്തീയ വേലയ്ക്ക് വേണ്ടി യുവതലമുറ കുഞ്ഞുങ്ങളൊക്കെ സമർപ്പിതരായിത്തീരും. അതിന് സംശയമില്ല. അതിന് കുടുംബങ്ങളിലും സഭയിലും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ക്രിസ്തുവിൻ്റെ വരവ് വരെ ഈ ദൗത്യം തുടരേണ്ടതാണ്. കാരണം സുവിശേഷ പ്രവർത്തനം ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ്. അത് തിന്മയോടുള്ള പോരാട്ടമാണ്. അത് വെളിച്ചത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ്. ആരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവോ അവർ പ്രകാശമുള്ളവരായി തീരുന്നുവെന്നും ആരോടെല്ലാം സുവിശേഷം പറയുന്നുവോ അവിടെല്ലാം ജീവിതത്തിൽ അവർ ജീവനുള്ള കല്ലുകളായി ക്രിസ്തു അനുഭവിക്കുന്നുവെന്നും നാം എല്ലാവരും മനസ്സിലാക്കുക. ഈ നാളുകളിൽ കോവിഡ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിലും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേകർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരുവാൻ ആത്മാവിൻ്റെ പ്രചോദനം ലഭിക്കുവാനും നാം ഒരുങ്ങുക. രണ്ട് കാര്യങ്ങൾ നാം ഓർമ്മിക്കുക. ദൗത്യം അത് പ്രകാശം നൽകുന്നതാണ്. ക്രിസ്തുവിനെ അറിഞ്ഞവരുടെ ജീവിതം പ്രകാശിക്കും. മറ്റൊന്നും ക്രിസ്തു ശിഷ്യന്മാരെ അയച്ചതുപോലെ ഇന്ന് നമ്മയും വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും അന്ത്യം വരെയും വിശ്വസ്തരായി ക്രിസ്തുവിൻ്റെ വേലയിൽ പങ്കാളിത്തം വഹിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും സഹായിക്കട്ടെ. ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനു മുമ്പായും നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 532 പാട്ട് നമുക്ക് പാടാം. ആർപ്പിൻ നാദമുയരുന്നതാ ഹല്ലേലൂയ ഹല്ലേലൂയ. 532 ഗീതം. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അടിയങ്ങളുടെ ജീവിതത്തിലൊരു വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതം കണ്ട് അങ്ങയെ സ്തുതിപ്പാൻ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് അങ്ങയെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഓൺലൈനായിട്ട് ഭവനങ്ങളിലായിരുന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന ഓരോ മക്കളെയും അവിടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നടന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിന് ദൗത്യം നൽകുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ നിയോഗങ്ങൾ നൽകുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്ന് അനുഭവിപ്പാൻ സഹായിക്കണമേ.
ദൈവമേ, ഞങ്ങളുടെ ജീവിതം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെ അവിടെ നിന്ന് മാറ്റി കർത്താവിൻ്റെ ദൗത്യമേറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് ജീവിപ്പം എല്ലാവരെയും സഹായിക്കണമേ. സമാധാനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാവർക്കും കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം മുഖാന്തരം ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാകുവാൻ, നീതിയും ന്യായവും ഉണ്ടാകുവാനുള്ള കൃപ അവിടെ നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭവനങ്ങളിലായിരിക്കുന്നവർ അവിടുത്തെ കൃപയിൽ കാത്തുകൊള്ളണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവിളയും ക്രിസ്തുവേശുവിൽ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.